ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാജീവ് ജയദേവൻ കൂടെ ചേരുന്നുണ്ട്. ഡോക്ടർ, വീണ്ടും ആശങ്ക പരത്തുന്ന ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് നിപ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടാകുന്നത്. കൂടുതലും പാലക്കാട് തന്നെയാണ് ഈ ഒരു ആശങ്കയ്ക്ക് കേന്ദ്ര ബിന്ദുവാവുന്നത്. ഇപ്പോൾ വീണ്ടും ഇതാ നിപ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിപ രോഗം ബാധിച്ചു മരിച്ച സ്വദേശി, അതായത് കുമരംപുത്തൂർ സ്വദേശിയുടെ മകനാണ് ഇപ്പോൾ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ ഒരു നിപ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ നിപ കേസുകൾ വർദ്ധിക്കുന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുറത്തുപോലും ഇറങ്ങാൻ പറ്റാതെ ആളുകൾ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെ നമുക്ക് നേരിടാം ഈ ഒരു നിപയെ? മാത്രമല്ല, ഇനിയിപ്പോൾ മഴക്കാലമെല്ലാം കഴിഞ്ഞ് ഒരു വേനൽക്കാലത്തിലേക്ക് വരുമ്പോൾ മാത്രമാണോ ഇതിനൊരു പരിഹാര മാർഗം ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു ഭയം എപ്പോഴും വേണ്ടി വരുമോ? നിപ ഒരു വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്ക് ബാധിക്കുന്നത് വളരെ അടുത്ത സമ്പർക്കമുള്ള വ്യക്തികളിലാണ്. ഉദാഹരണത്തിന്, കടുത്ത ചുമയുള്ള രോഗിയാണെങ്കിൽ രോഗിയുടെ സ്രവങ്ങൾ ആ രോഗിയെ പരിചരിക്കുന്ന വ്യക്തികളിലേക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു നിപ രോഗിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് പകരാൻ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതല്ലാതെ പൊതുജനങ്ങൾക്ക് ഇതേപ്പറ്റി ആശങ്കപ്പെടേണ്ട കാര്യം ഞാൻ കാണുന്നില്ല. കാരണം നിപ ഉണ്ടാകുന്നത് വളരെ അപൂർവമായിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ്. നമുക്കറിയാം, ഈ വർഷം 3 നിപ കേസുകളാണ് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതെങ്കിലും ഇത് സമൂഹത്തിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന, കോവിഡ് പോലെയോ ഫ്ലൂ പോലെയോ ചിക്കൻ പോക്സ് പോലെയോ മീസിൽസ് പോലെയോ അതിവേഗം സ്പ്രെഡ് ചെയ്യുന്ന ഒരു രോഗമല്ല നിപ. അതുകൊണ്ട് തന്നെ രോഗിയുമായി അടുത്ത സമ്പർക്കമുള്ള വ്യക്തികൾ, പരിചാരകരാകാം, അടുത്ത ബന്ധുക്കളാകാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരാകാം, അവർക്കാണ് റിസ്ക് കൂടുതലുള്ളത്. എങ്കിലും ഈ റിസ്ക് ഇപ്പോഴുള്ള ഈ നിയന്ത്രണം മൂലവും അറിവ് മൂലവും പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും ഈ റിസ്ക് മുൻപത്തെക്കാൾ കുറഞ്ഞ് ആണ് കാണപ്പെടുന്നത്. മാത്രവുമല്ല, ഈ ഇത്തരം സമ്പർക്ക പട്ടികകൾ അത് ഈ രോഗത്തിന്റെ വ്യാപനത്തെ പിടിച്ചുകെട്ടാൻ ഉതകുന്ന ഒരു സംഗതി തന്നെയാണ് ഈ സമ്പർക്ക പട്ടികയും നിരീക്ഷണവും. പ്രാരംഭ ലക്ഷണത്തോടു കൂടിയോ അല്ലെങ്കിൽ ഹൈ റിസ്ക് കോണ്ടാക്റ്റുകളായി രോഗികളെ കാണുമ്പോഴോ മുൻപത്തെ അപേക്ഷിച്ച് ചികിത്സാ പ്രോട്ടോക്കോളുകളിൽ മാറ്റങ്ങൾ വരുത്തപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പ്രത്യേക രീതിയിലുള്ള നിരീക്ഷണവും ചില പ്രത്യേക മരുന്നുകളും ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ സൈഡിൽ നിന്നും ഇത് വളരെ അപൂർവമായിട്ടുള്ള രോഗമായതിനാൽ ആശങ്കപ്പെടേണ്ട കാരണം കാണുന്നില്ല. എങ്കിലും ഇത് തീർച്ചയായിട്ടും ഈ വർഷം പ്രൈമറി കേസിൽ നിന്നും അപ്പുറത്തേക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് നേരിട്ട് പകരുന്ന ഒരു സംഭവമായിട്ടാണ് ശാസ്ത്രീയമായി ഇത് വിലയിരുത്തപ്പെടുന്നത്. നിപ 2 രീതിയിലാണ് പ്രധാനമായും ഒരു വ്യക്തിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒന്ന് മസ്തിഷ്ക ജ്വരമായിട്ട്, എൻകെഫലൈറ്റിസ് എന്ന് പറയും. അങ്ങനെയുള്ള കേസുകളിൽ സാധാരണഗതിയിൽ സ്പ്രെഡ് കുറവായിരിക്കും. കാരണം എൻകെഫലൈറ്റിസ് ആകുമ്പോഴേക്കും തലച്ചോറിലാണ് ഈ വൈറസിന്റെ ഒരു സാന്നിധ്യമുള്ളത്. അവിടെ നിന്നും മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ചുമ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരിൽ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഇത്തവണ ഉണ്ടായ 2ാമത്തെ സ്പ്രെഡ് ഒരുപക്ഷെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം ഉള്ളയാളിൽ നിന്നും അടുത്ത ബന്ധുവിലേക്ക് വൈറസ് ജമ്പ് ചെയ്താകാനാണ് സാധ്യത. ഡോക്ടർ, ഒരു കാര്യം കൂടെ, നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു നിപ കേസ് എന്ന് പറയുന്നത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന മറ്റ് പകർച്ചവ്യാധികൾ പോലെയല്ല. നിപ രോഗം ഒന്ന് ഇങ്ങനെ ഗുരുതരമായാൽ അത് മരണത്തിന് തന്നെ കാരണമാകും അല്ലെങ്കിൽ ഇടയാക്കാം എന്നുള്ള ഒരു ആശങ്ക സാധാരണ ജനങ്ങളിലുണ്ട്. അപ്പോൾ ഈ ഒരു നിപ കേസുമായി ബന്ധപ്പെട്ട് തന്നെ കുറേയധികം തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ കുറേയധികം കേസുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ തടയിടാൻ അല്ലെങ്കിൽ അത്തരത്തിൽ സാധാരണക്കാർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാൻ അതൊക്കെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണ്ടേ? ഇങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള ആരോഗ്യ അവസ്ഥകൾ, അതിപ്പോ നിപയാകാം, ഹൃദ്രോഗമാകാം, കോവിഡ് ആകാം, അതിനെപ്പറ്റിയെല്ലാം സോഷ്യൽ മീഡിയയിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ ലഭിക്കുന്ന വ്യക്തികൾ ഇത് വായിച്ച് ഇത് കൊള്ളാമല്ലോ, അല്ലെങ്കിൽ ഇത് പേടിപ്പെടുത്തുന്ന വിവരമാണല്ലോ എന്നും കരുതി ഇത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടാണ്
ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ ഈ വിവരം എവിടെ നിന്ന് വന്നുവെന്നോ ഇതിൽ ഈ വിവരം എഴുതിയിരിക്കുന്ന വ്യക്തിക്ക് ഇതേപ്പറ്റി അറിവുണ്ടോ എന്നോ അവർ വെരിഫൈ ചെയ്യുന്നില്ല. നമ്മൾ ബ്ലൈൻഡായിട്ട് ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആശങ്ക സമൂഹത്തിൽ ഇരിക്കുന്നത്. ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് നമുക്കിപ്പോ എല്ലാ സമൂഹ മാധ്യമങ്ങളിലും വഴി നമുക്ക് ആരോഗ്യവകുപ്പിന്റെ പ്രസ്താവനകൾ നമുക്ക് ലഭ്യമാണ്. ഇതേപ്പറ്റി ഈ കേസുകൾ അന്വേഷിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈ പ്രസ്താവനകൾ ഇറക്കുന്നത്. അവരുടെ വെബ്സൈറ്റുകളിലും അവരുടെ പത്രക്കുറിപ്പുകളിലുമെല്ലാം ഈ നിപ്പ ഔട്ട്ബ്രേക്കിന്റെ വിവരങ്ങൾ കൃത്യതയോട് കൂടി തന്നെ അവർ അത് ലഭ്യമാക്കുന്നുണ്ട്. ഇതെല്ലാം ലഭ്യമായിരിക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഡോക്ടർ, ഒരു കാര്യം കൂടെ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഈ ആരോഗ്യവകുപ്പിന്റെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ തന്നെ കുറേയധികം കാര്യങ്ങൾ കേരളത്തിൽ ഇത്തരത്തിൽ നിപ്പ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം അവർ കൂടുതൽ കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തിരുന്നുണ്ടാവും. എന്നാലും ഈ ഒരു ആശുപത്രികളിലൊക്കെ ഈ ചെറിയ പനിയൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ നിപ്പ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഉപകരണങ്ങൾ അങ്ങനത്തെ ഒരു ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എന്തൊരു സംവിധാനമോ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുണ്ടോ? അങ്ങനെ ഒരു സംവിധാനത്തിന്റെ ആവശ്യം കാണുന്നില്ല. കാരണം പനി എന്നുള്ളത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്, പ്രത്യേകിച്ചും മഴക്കാലത്ത്. അപ്പോൾ നമുക്ക് 1,00,000 പേർക്ക് പനി ഉണ്ടാവുകയാണെങ്കിൽ അതൊരു നിപ്പ കേസ് പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇത്രയും പനിയുള്ള രോഗികളെ വ്യത്യസ്തമായി ചികിത്സിച്ചതുകൊണ്ടൊന്നും ഈ നിപ്പയുടെ വ്യാപനം നമുക്ക് തടയിടാൻ സാധിക്കുകയില്ല. പക്ഷേ ഇപ്പോൾ ചോദിച്ചതുപോലെ പനിയുള്ള വ്യക്തികൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ സാർവത്രികമായിട്ടുള്ള ചില മുൻകരുതലുകൾ അവരും അവരുടെ കൂട്ടിരിപ്പുകാരും അവരെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും ചെയ്യേണ്ടതാണ്. അതിപ്പോൾ ഏത് തരത്തിലുള്ള പനിയാണെങ്കിലും ശരി ചില സാർവത്രികമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം. അത് കോവിഡ് കാലത്ത് നമ്മൾ എല്ലാവരും പഠിപ്പിച്ചത് തന്നെയാണ്. അതിന് സമാനമായിട്ടുള്ള ചികിത്സാ രീതികൾ. എന്നാൽ കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്നത് രോഗിയുടെ കൂടെ നിരവധി പേർ ചിലപ്പോൾ ആശുപത്രിയിൽ ചെന്നേക്കും. രോഗിയെ കാണാനായിട്ട് സന്ദർശിക്കാനായിട്ട് നിരവധി പേർ ചെല്ലും. അത് കഴിവതും ഒഴിവാക്കുക എന്നൊരു സന്ദേശവും ആരോഗ്യവകുപ്പും ഡോക്ടർമാരും പലപ്പോഴും പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും. ആ വഴിക്കുള്ള മുൻകരുതലുകൾ എടുക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. നമുക്കിപ്പോൾ വീഡിയോ കോളുകൾ ഉള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ ആശംസകളും കാര്യങ്ങളും എല്ലാം രോഗിയെ അറിയിക്കാൻ നമുക്ക് വീഡിയോ കോൾ വഴി സാധിക്കും. നേരിട്ട് പോയി ആശുപത്രിയിൽ പോകാതെ, അതായത് നമുക്ക് വൈറസുകൾക്കും മറ്റു രോഗാണുക്കൾക്കും സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ. അത് കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ, ഈ അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.